നമുക്ക് ഫൂക്കോയുടെ സംഭാവനകളെപ്പറ്റി ചിന്തിക്കാം എന്ന് ഉദ്ദേശിക്കുന്നു. പോൾ മിഷേൽ ഫൂക്കോ ഫ്രഞ്ച് ചിന്തകനായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നത് 1926 1984 കാലഘട്ടത്തിൽ. ഫൂക്കോയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു വേറിട്ട് നിന്നിരുന്ന സാമൂഹിക സിദ്ധാന്തകനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം അപേക്ഷികമായി പറഞ്ഞാൽ കുറച്ച് കാലം ജീവിച്ചു. അതേസമയം ഒരുപാട് കാര്യം ചിന്തിച്ചു, ഒരുപാട് കാര്യം പറഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഉത്തരാധുനിക ചിന്തയുടെ കറകളഞ്ഞ പ്രതീകമാണ്, ഉറച്ച പ്രതീകമാണ് എന്ന് നമ്മൾക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സ്വതന്ത്രമായിരുന്നു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ മെമ്പറാണ്. പക്ഷേ ആ മേഖലയിൽ, ആ ധാരയിൽ ചിന്തിച്ചവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ പുറപ്പെടുവിച്ച സൈദ്ധാന്തികനായിരുന്നു മിഷേൽ ഫൂക്കോ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഒറിജിനാലിറ്റി ആണ് ഏറ്റവും അദ്ദേഹത്തെപ്പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കേണ്ടത്. മറ്റൊരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഒരു പ്രത്യേക വിഷയത്തിൽ, പ്രത്യേക മേഖലയിൽ ഒതുങ്ങി നിന്നിരുന്നില്ല എന്ന് പറയണം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ട്രാൻസ് ഡിസിപ്ലിനറി തിയറിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം സോഷ്യോളജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു, ഹിസ്റ്ററിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു, ക്രിമിനോളജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു, സൈക്കോളജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ അവഗാഹമായിട്ടുള്ള പുത്തൻ ഉണർവ് നൽകിയ സൈദ്ധാന്തികനാണെന്ന് പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരുപാട് രചനകളുണ്ട്. അതിൽ എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇടകലർന്ന് നിലകൊള്ളുന്നു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് കഴിയും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ട്രാൻസ് ടെക്സ്റ്റുവൽ ആയിട്ട് ആണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നത്. പല രചനകളിലും പല ചിന്തകളുടെ ട്രേസസ് കാണാനായിട്ട് സാധിക്കും എന്ന് അർത്ഥം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളിൽ ചിലത് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അവ ഇതെല്ലാമാണ്: ദി ഓർഡർ ഓഫ് തിങ്സ് 1970, ദി ആർക്കിയോളജി ഓഫ് നോളജ് 1972, ഡിസിപ്ലിൻ ആൻഡ് പണിഷ് 1977, മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ 1962, ദ ബർത്ത് ഓഫ് ദി ക്ലിനിക് 1963, ദി ഹിസ്റ്ററി ഓഫ്
സെക്ഷുവാലിറ്റി 1976. ഇതാണ് പ്രധാനപ്പെട്ട രചനകളിൽ ചിലത്. ഇവയിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചിന്താധാരയെ സമൂഹ മധ്യത്തിലേക്ക് ഒഴുക്കിയത് എന്ന് നമുക്ക് പറയാം. സാമൂഹ്യമായിട്ടുള്ള റിയാലിറ്റി, സോഷ്യൽ റിയാലിറ്റി ആണ് അദ്ദേഹത്തിൻ്റെ പ്രതിപാദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തെ ഒരു കൺസ്ട്രക്റ്റീവ് സ്ട്രീമിലേക്ക് ഉൾപ്പെടുത്താൻ ആയിട്ട് സാധിക്കും എന്ന്. അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന അന്വേഷണം, അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ എല്ലാം അന്തർധാര എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി ഇങ്ങനെ പറയാം: സാമൂഹികമായിട്ടുള്ള യാഥാർത്ഥ്യം, സോഷ്യൽ റിയാലിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് സോഷ്യൽ റിയാലിറ്റി അല്ലെങ്കിൽ സാമൂഹികമായ യാഥാർത്ഥ്യം രാഷ്ട്രീയ അധികാരത്തിന് എങ്ങനെ അടിസ്ഥാനമാകുന്നു, ഫൗണ്ടേഷൻ ആകുന്നു എന്നുള്ളത് ആണ്. അതിൽ ഒരു പ്രധാന വിഷയമായി അദ്ദേഹം ചർച്ച ചെയ്യുന്നത് വ്യവഹാരം ആണ്. നമുക്ക് ഇംഗ്ലീഷിൽ അതിനെ ഡിസ്കോഴ്സ് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന പദം, ഡിസ്കോഴ്സ് എന്ന പദം ഡിസ്കഴ്സസ് എന്ന ലാറ്റിൻ റൂട്ടിൽ നിന്ന് വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ലാറ്റിൻ റൂട്ടിൻ്റെ അർത്ഥം, ഡിസ്കഴ്സസ് എന്നതിൻ്റെ അർത്ഥം റണ്ണിങ് എബൌട്ട് എന്നാണ്, അല്ലെങ്കിൽ ചാഞ്ചല്യം കാണിക്കുന്ന എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഉറച്ചു നിൽക്കാത്ത, മെർക്കൂറിയൽ ടെമ്പറമെൻറ്റ് എന്നൊക്കെ പറയുന്ന ആ പ്രതിഭാസം. പറഞ്ഞു കഴിഞ്ഞാൽ താമരയിലയിൽ വെള്ളത്തുള്ളികൾ, ചേമ്പിലയിൽ വെള്ളത്തുള്ളികൾ വീണു കഴിഞ്ഞാൽ അവയുടെ സ്വഭാവം എന്തായിരിക്കും? അവ ചാഞ്ചാടാനായിട്ട് തുടങ്ങും, ഉറച്ചു നിൽക്കുന്നില്ല എന്നർത്ഥം. അതുപോലുള്ള ഒരു രീതിയാണ് ഈ ഡിസ്കോഴ്സിന്, വ്യവഹാരത്തിന് ഉള്ളത്. പല ഉറച്ചു നിൽക്കാത്ത ആശയങ്ങളിൽ നിന്ന് അവ തമ്മിൽ ക്രോഡീകൃതമായിട്ട് അവസാനം ഒരു നിലപാട്, ഒരു സിദ്ധാന്തം, ഒരു ചിന്താ മേഖലാധാര അല്ലെങ്കിൽ ഒരു പ്രതിഭാസം, ഫിനോമിനൻ രൂപീകൃതമാകുന്നു എന്ന് നമുക്ക് പറയാം. ഡിസ്കോഴ്സിൻ്റെ അർത്ഥത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ വ്യവഹാരം എന്നുള്ളത് ഫൂക്കോയുടെ കാഴ്ചപ്പാടിൽ ഇത്തരത്തിൽ വിശദീകരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. വിജ്ഞാനവും സാമൂഹിക പ്രവർത്തനങ്ങളും രൂപപ്പെടുത്തുന്നതിനുള്ള വഴി, അതുപോലെ ആ വിജ്ഞാനത്തിൽ അടങ്ങിയിരിക്കുന്ന അധികാരബന്ധങ്ങൾ ഏതെല്ലാമാണ്, ആ ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ് നിലകൊള്ളുന്നത്,
ഇതിനിടയിൽ സ്വയത്തിൻ്റെ, എൻ്റെ, സെൽഫിൻ്റെ സ്ഥാനം എവിടെ? ഇതാണ് ഡിസ്കോഴ്സിൽ കൂടിയിട്ട്, വ്യവഹാരത്തിൽ കൂടിയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഫൂക്കോ ഈ കാര്യങ്ങളെയാണ് വ്യവഹാരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. ഈ കാര്യങ്ങളെ ദ്യോതിപ്പിക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന പ്രസ്താവനകളുടെ സമുച്ചയമാണ് വ്യവഹാരം, ഡിസ്കോഴ്സ് എന്ന് നമുക്ക് പറയാം എന്ന് തോന്നുന്നു. ഈ വാചകങ്ങളുടെ, പ്രസ്താവനകളുടെ സമുച്ചയം വാമൊഴിയായിരിക്കാം, വരമൊഴിയായിരിക്കാം, എഴുത്തായിരിക്കാം, വാക്കായിരിക്കാം, സംസാരമായിരിക്കാം. ഇതിനെ വിശദീകരിക്കുന്നതിന് നമുക്ക് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. നമുക്ക് ജനാധിപത്യം എന്ന വിഷയം എടുക്കാം. ജനാധിപത്യം എന്നുള്ളതിൽ ഒരുപാട് അറിവുകൾ, ഒരുപാട് വിജ്ഞാനം, ഒരുപാട് ജ്ഞാനം അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എബ്രഹാം ലിങ്കൻ്റെയൊക്കെ നിർവചനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിജ്ഞാന സമ്പുഷ്ടി നമുക്ക് കാണാനായിട്ട് കഴിയും. ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. എത്രമാത്രം സമ്പുഷ്ടമാണ് അർത്ഥത്തിൽ, ജ്ഞാനത്തിൽ എന്ന് പറയാം. അതാണ് ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗത്ത് ആണ് അതിൻ്റെ അധികാര ബന്ധങ്ങളെ പറ്റി പറയുന്നത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നു പ്രതിനിധികളെ, ഇൻഡയറക്റ്റ് ഡെമോക്രസി. അതാണ് ഇന്നത്തെ നമ്മുടെ രീതി. അപ്പോൾ അതിൽ ഒരു കൂട്ടർ മേൽക്കൈ നേടുന്നു, ഭരിക്കാൻ ആയിട്ട് പുറപ്പെടുന്നു. എതിർപക്ഷം ഭരിക്കുന്നവരിലുണ്ടാകുന്ന താളപ്പിഴകളെ, ഭരിക്കുന്നവരിലുണ്ടാകുന്ന പിഴവുകളെ ചൂണ്ടിക്കാണിക്കുന്നു, അതിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയാണ് അതിലെ അധികാരം കൈയാളുന്നത് എന്ന് നമുക്ക് കാണാം. അതാണ് രണ്ടാമത്തെ ഈ പറയുന്ന മീനിങ് എലിമെൻറ്റ്. ജനാധിപത്യം എന്നുള്ളതിൻ്റെ മീനിങ് എലിമെൻറ്റ് അതാണ്. അതോടനുബന്ധിച്ചാണ് സ്വയത്തിൻ്റെ പ്രതിഷ്ഠ. ഞാൻ എവിടെ നിൽക്കുന്നു ഈ സംവിധാനത്തിൽ, ജനാധിപത്യത്തിൽ എൻ്റെ റോൾ എന്ത് എന്നുള്ളത് മൂന്നാമതൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട്, സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ആശയമാണ്, ക്രോഡീകരിച്ചുണ്ടാക്കിയിരിക്കുന്ന ടെക്സ്റ്റാണ്, പാഠമാണ് ഈ പറയുന്ന വ്യവഹാരം എന്ന് നമുക്ക് പറയാം. ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ മൂന്നാമത് പറഞ്ഞ കാര്യമാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു, അതിനെ സബ്ജക്റ്റീവ് സെൽഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. നമ്മളെ എങ്ങനെ പ്രതിഷ്ഠിക്കുന്നു, എങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. ഈ പറയുന്ന സംഹിതയിലേക്ക് നമ്മൾ
വെറുതെ അങ്ങ് കയറി ചെല്ലുകയല്ല, വെറുതെ അങ്ങ് ബന്ധപ്പെടുകയല്ല. അവിടെ നമ്മൾ ചില വിശകലനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾക്ക് ഇത് പ്രയോജനപ്രദമാണോ, എത്രമാത്രം, എങ്ങനെ, ഇത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയാണോ, നമ്മുടെ വ്യക്തിത്വം, വിശ്വാസം സ്വീകരിക്കപ്പെടുന്നതിനുള്ള മാർഗം ഇതിൽ ഉണ്ടോ എന്ന് നമ്മൾ വിശകലനം ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ഇതുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. ജനാധിപത്യത്തിൽ പല വിശ്വാസങ്ങളുണ്ട്. അതിലേതാണ് എനിക്ക് ഏറ്റവും യോജിക്കുന്നത്, ആ പക്ഷത്ത് അവിടെ ഞാൻ എന്നെ ബന്ധപ്പെടുത്തും എന്നാണ് നമ്മൾ കാണുന്നത്. അടുത്തതായി മറ്റൊരു കാര്യം, വ്യവഹാരം പല തരത്തിലുള്ള ജ്ഞാനം വേണമെങ്കിൽ നമുക്ക് മൂലജ്ഞാനം, അടിസ്ഥാന ജ്ഞാന ഘടകങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനെ ഇംഗ്ലീഷിൽ എപ്പിസ്റ്റമേ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ജ്ഞാന ഘടകങ്ങളെ വ്യവഹാരങ്ങൾ ചൂണ്ടിക്കാണിക്കും. എപ്പിസ്റ്റമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ബോധത്തിൽ, നമ്മുടെ ചിന്തകളിൽ, ബോധമണ്ഡലത്തിൽ ഉരുത്തിരിയുന്ന ജ്ഞാനമാണ്. അതിനെ കൂട്ടിയിണക്കിയാണ് നമ്മൾ വിജ്ഞാനത്തിൻ്റെ മേഖല വിസ്തൃതമാക്കുന്നത്. അതെങ്ങനെയെന്ന് ചിന്തിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസ്റ്റമോളജി എന്ന ശാഖ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, അമ്മയെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കോഴ്സ്, ഒരു വ്യവഹാരം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബോധതയിൽ, ചിന്തയിൽ അമ്മയെ പറ്റിയിട്ടുള്ള പല ബിംബങ്ങൾ രൂപപ്പെടുത്തും ഈ ഡിസ്കോഴ്സ്. അതിന് അനുസരിച്ചായിരിക്കും നമ്മൾ അമ്മയുമായിട്ടുള്ള പ്രവർത്തനം രൂപീകരിക്കുന്നത്, ക്രോഡീകരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ജ്ഞാനമാണ്, അമ്മയെ പറ്റിയിട്ടുള്ള അറിവ്. രണ്ടാമത്തേത് നമ്മളുടെ പ്രവർത്തനം. അതുപോലെ ഈ വ്യവഹാരത്തിൽ നിന്ന് പലതരത്തിലുള്ള പാഠങ്ങൾ, ടെക്സ്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. അനുസൃതമായിട്ട് പ്രവർത്തനങ്ങളും ക്രോഡീകൃതമാകും, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ഉണ്ടാക്കും. ഈ സാധ്യതയാണ്, ഈ ചാഞ്ചല്യമാണ്, ചഞ്ചല രീതിയാണ്, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പല മേഖലകളിലും ഉപയോഗപ്പെടുത്തുന്നത്. അഡ്വർടൈസ്മെൻറ്റിലുണ്ട്, പരസ്യങ്ങളിൽ ഉണ്ട്. നമുക്കറിയാം എങ്ങനെയാണ് നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുന്നത് എന്ന്. അതൊരു കാര്യം. അതിലും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം ഞാൻ ഇവിടെ വേണമെങ്കിൽ സൂചിപ്പിക്കാം. ഈ പാഠങ്ങൾ, പല പാഠങ്ങൾ അല്ലെങ്കിൽ പാഠഭേദങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയാണ്
മത നിയമ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതെന്ന് കാണാം. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണ ഉപാധി നശിപ്പിക്കപ്പെട്ട് കാണുന്നു. ഉടനെ ആ പാർട്ടി പലതരത്തിലുള്ള ഡിസ്കോഴ്സസ് ഉണ്ടാക്കി, പലതരത്തിലുള്ള പാഠങ്ങൾ ഉണ്ടാക്കി എതിർ പാർട്ടിയെ മോശമാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാം. ഒരു പാർട്ടിയുടെ കാര്യമല്ല, എല്ലാവർക്കും ഈ ഒരു പ്രത്യേക ടെക്നിക്ക് ഉണ്ട്. ഇവിടെ അവർ വ്യവഹാരത്തെയാണ്, ഡിസ്കോഴ്സിനെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മതത്തിൻ്റെ കാര്യമെടുക്കുക, അതുപോലെ തന്നെ നിയമത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഡിസ്കോഴ്സസിൽ കൂടി പാഠഭേദങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിനെ അസ്വസ്ഥമാക്കുന്നത് അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇവിടെ ഒരു ആശയം കൂടി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്നതാണ്. ഡിസ്കഴ്സീവ് ഫോർമേഷൻസ്. അതായത് ഈ പാഠഭേദങ്ങൾ ഉണ്ടാക്കുന്നത് ഡിസ്കഴ്സീവ് ഫോർമേഷൻസിൽ കൂടിയിട്ട് ആണ്. പലതരത്തിലുള്ള ചർച്ചകൾ, ചിന്തകൾ, വാദപ്രതിവാദങ്ങൾ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ, ഇവയെല്ലാം കൂടിയാണ് ഈ പാഠഭേദം ഉണ്ടാക്കുന്നത്. ആ പ്രോസസ്സിനെയാണ്, പ്രതിഭാസത്തെയാണ് ഡിസ്കഴ്സീവ് രീതി എന്ന് പറയുന്നത്. അതിൽ കൂടി ഡിസ്കഴ്സീവ് ഫോർമേഷൻസ് വരുന്നു എന്നാണ് ഫൂക്കോ നമ്മളോട് സംവദിക്കുന്നത്. ഈ പറയുന്ന കാര്യത്തിന് പാഠഭേദങ്ങൾ ഉണ്ടാക്കുന്നതിന് പഴയകാല അനുഭവങ്ങളും ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളും സ്വാധീനം ചെലുത്തും എന്ന് കാണാം. ഇത് ആണ് അദ്ദേഹം ആർക്കിയോളജി ഓഫ് നോളജ് എന്ന രചനയിൽ വിശദമാക്കുന്നത്. നമ്മൾക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം. ആ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുന്നു. ആ ചരിത്രത്തിൽ കൂടി നമ്മൾ കടന്നു വന്നതിൻ്റെ അനുഭവം. അതുപോലെ നമ്മൾക്ക് ഭാവിയിലേക്കും നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ എല്ലാം ചുരുക്കമായിരിക്കും, രത്ന ചുരുക്കമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം പരിണിത ഫലം എന്നോ നമ്മൾക്ക് പറയാം ഈ ഡിസ്കോഴ്സസ് എന്നത്, ഡിസ്കഴ്സീവ് ഫോർമേഷൻസ് എന്നത്. അർത്ഥവും
അതിലുള്ള വ്യത്യാസവും സാമൂഹ്യ നിർമ്മിതിയാണ്. അതുകൊണ്ടാണ് വിവിധ തരത്തിലുള്ള പാഠഭേദങ്ങൾ ഉണ്ടാകുന്നത് വ്യവഹാരത്തിൽ. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച കൺസ്ട്രക്റ്റിവിസം. സാമൂഹികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നത് പാഠങ്ങളാണ്, അല്ലെങ്കിൽ അർത്ഥങ്ങളും അർത്ഥങ്ങളുടെ വ്യത്യാസവും അടങ്ങി ഉണ്ടാക്കുന്ന ഡിസ്കോഴ്സസാണ്, വ്യവഹാരങ്ങളാണ്. ചിലപ്പോൾ ഈ പറയുന്ന വ്യവഹാരത്തെ രൂപപ്പെടുത്താൻ ഭൗതികമായിട്ടുള്ള വസ്തുക്കളും പ്രയോജനപ്പെടും എന്ന് കാണും. അതിൽ ആ വസ്തുവിനല്ല വ്യവഹാരത്തിൽ പ്രാധാന്യം, അല്ലെങ്കിൽ പ്രാധാന്യമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതിൽ അടങ്ങിയിരിക്കുന്ന മെസ്സേജസാണ്, സന്ദേശങ്ങളാണ്. ആ സന്ദേശങ്ങൾക്ക് ഈ പറയുന്ന സ്വഭാവമുണ്ട്. പഴമയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു, അവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ. ഭാവിയിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നു, അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇത് ഭൗതിക വസ്തുക്കളിൽ കൂടിയിട്ട് സൂചിപ്പിക്കാൻ ആയിട്ട് കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വ്യവഹാരത്തിൻ്റെ രൂപപ്പെടുത്തലിൽ ചിലപ്പോൾ ഭൗതിക വസ്തുക്കൾക്കും ഒരു സ്ഥാനമുണ്ട് എന്ന് പറയുന്നത്. ഞാൻ ചെറിയ ഒരു ഉദാഹരണം, എനിക്ക് തോന്നുന്നു അത് ഇവിടെ പ്രയോജനപ്പെടും എന്ന്. നമ്മുടെ നിരത്തുവക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട്, പ്രത്യേകിച്ചും ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് അടുത്ത് ഒരു ബോർഡ് കാണാനായിട്ട് കഴിയും. സ്കൂൾ സോൺ എന്നും പറഞ്ഞു. 2 കുഞ്ഞു കുട്ടികൾ കൈപിടിച്ച് ഓടുന്ന ആ ഒരു എന്താ പറയുക, വളരെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു ബോർഡ്, ഒരു സൂചകം നമുക്ക് കാണാം. അവിടെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥം നമുക്ക് കിട്ടും. നമുക്ക് അതിന് വേണ്ട രീതിയിൽ വ്യവഹരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനായിട്ട്, ക്രമീകരിക്കാനായിട്ട് കഴിയും. അതാണ് സംസ്കാരത്തിൽ വളർന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം. അതിൽ നിന്ന്, ആ സൂചനയിൽ നിന്ന് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് കിട്ടുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വിജ്ഞാനം നമുക്ക് കിട്ടും. ആ വിജ്ഞാനം എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വന്നു, ആ വിജ്ഞാനത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, നമ്മുടെ റോളെന്ത് എന്ന് പറയാൻ ആ സൂചകത്തിൽ നിന്ന് നമുക്ക് ഏറെ കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ ഭൗതിക വസ്തുക്കൾക്കും വ്യവഹാരത്തിൽ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞതിന് അർത്ഥം.